ശ്രീ എം വിൻസെന്റ്. സർ, സർക്കാർ സപ്ലൈകോയ്ക്ക് സബ്സിഡി നൽകാത്തത് കൊണ്ട് 2500 കോടി രൂപയുടെ വായ്പ കെണിയിലാണ് സപ്ലൈകോ അകപ്പെട്ടിരിക്കുന്നത്. പലിശയടക്കം ഇപ്പോൾ 5000 കോടിയായി. ജീവനക്കാർക്ക് 10-ാം തീയതിയായിട്ടും ശമ്പളം കൊടുക്കുന്നില്ല. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പ്രധാനപ്പെട്ട പല സാധനങ്ങളും ഇന്ന് കിട്ടാനില്ല. സപ്ലയേഴ്സിന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് അവർ ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പഞ്ചസാര സപ്ലയർ 15 ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യയൊന്നും സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. സാർ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സപ്ലയർമാർക്ക് എന്നു പണം കൊടുക്കും? ഈ സപ്ലൈകോയെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതി സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ദീർഘവിശദീകരണത്തിന് അനുസൃതമായിട്ടുള്ള ചോദ്യമാണ് പലതുമായി ചോദിച്ചത്. സാർ, സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ പൊതുവിൽ സപ്ലൈകോ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുത മറന്നുപോകരുത്. സാർ, ഇവിടെ സൂചിപ്പിച്ച തൊഴിലാളികളുടെ ശമ്പളത്തിൻ്റെ കാര്യം, ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം കഴിഞ്ഞ സെക്രട്ടറി സൺഡേ ആയിപ്പോയതുകൊണ്ടാണ് ഇന്നും നാളെയുമായി ശമ്പള നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2 സപ്ലയർമാർക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ രീതിയിലല്ല. ഇതെല്ലാം തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അടുത്ത നാളിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സാധനം സപ്ലൈ ചെയ്താൽ അടുത്ത ദിവസം തന്നെ പണം കിട്ടണമെന്നുള്ള വാശിയാണ്. അതുതന്നെയാണ് കോൺട്രാക്ടർമാരുടെ നിലപാടെന്താ? 1 വർഷത്തേക്കാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് സാർ. എന്നാൽ ആ 1 വർഷത്തേക്ക് ഉണ്ടാക്കിയ ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റിൽ 1 മാസത്തെ പണത്തിന് വൈകിയാൽ ഉടൻ പണി മുടക്കുന്നുള്ള രീതിയാണ് പുതിയ ഒരു ശൈലി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് 2.5 മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് അതിന് വേണ്ടുന്ന പണം അനുവദിച്ചു. പക്ഷേ അത് മാറിയെടുക്കാനുള്ള ചില കാലതാമസമാണ്. അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്.